ഹലോ ഗൈസ്, അങ്ങനെ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് വെച്ചാൽ ഞങ്ങൾ മണ്ണടി അമ്പലത്തിലും പട്ടാഴി അമ്പലത്തിലും പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഞങ്ങൾ എഴുകോൺ വന്ന് ബസ്സിലൊക്കെ കയറി ഞങ്ങൾ കൊട്ടാക്കര എത്തിയപ്പോഴത്തേക്കിനും വാവ അങ്ങ് ഉറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് വാവ എണീച്ചിട്ട് അമ്മാമ്മയായിട്ട് കളിക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുറത്തോട്ടുള്ള കാഴ്ച കണ്ടുകൊണ്ട് വാവ ഇങ്ങനെ പ്രീതിൻ്റെ ഇരിക്കുമായിരുന്നു. അത് ഞാനും പ്രീതിയും ബസ് വെച്ച് അടി ഇടുമായിരുന്നു. അടിയൊക്കെ ഇട്ട് ഞങ്ങൾ പട്ടാഴി അമ്പലത്തിൽ വന്ന് നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണടി അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി ബസ്സിൽ കയറിയപ്പം ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളിൻ്റെ അത് വഴിയാണ് വന്നത്. അങ്ങനെ ആ സ്കൂളാണ് ഇത്. ഈ സ്കൂളിൽ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അച്ഛൻ്റെ വീട്. അപ്പം അച്ഛൻ്റെ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കണ്ടാൽ ഇതാ ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മണ്ണടി അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി കഴിഞ്ഞിട്ട് ദോശയും കറിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് അമ്മാമ്മയുടെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഓട്ടോയിൽ കയറി ഞങ്ങൾ അവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അമ്മാമ്മ ചക്ക എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ചക്ക വാങ്ങിച്ച് ഞങ്ങളുടെ അമ്മാമ്മ വരുമോ ചക്ക കണ്ട സന്തോഷത്തിൽ. അങ്ങനെ പിന്നെ എൻ്റെ മോളാണെങ്കിൽ അവളുടെ ചെറിയ അപ്പച്ചയായിട്ട് കളിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മാമി ചോറൊക്കെ തന്ന് പ്രീതിയാണെങ്കിൽ മാക്കിരുന്ന് അടിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് മാമി ഉണ്ടാക്കിയ മാലയാണ് ഇത്. മാമി നമുക്ക് ആ മാലയൊക്കെ തന്ന് അതൊക്കെ വാങ്ങി നമ്മളവിടെ നിന്ന് ടാറ്റ കൊടുത്ത് ഇറങ്ങിയിട്ട് അമ്മാമ്മയുടെ വേറൊരു അനിയത്തിയുടെ വീടുണ്ട് അവിടെ കയറി ആ അമ്മാമ്മയാണ് ആദ്യമായിട്ട് വാവയെ കാണുന്നതിൻ്റെ സന്തോഷത്തിൽ വാവയെ എടുത്തിട്ട് അകത്തോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റയൊക്കെ കൊടുത്ത് ഇറങ്ങി. അവിടെ ചെടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഓട്ടോയിൽ കയറി ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ്സൊക്കെ കയറി നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നേ.